ഞാനിത് സ്റ്റാൾ ചെയ്യും കണ്ടോ. ഹായ് ഹലോ നമസ്കാരം. ഞാനിപ്പോൾ പിറവത്താണ്. പിറവത്ത് ഒരു വീട്ടിലാണ്. ഈ ഒരു വീട്ടിലേക്ക് വരാൻ ഒരു കാര്യമുണ്ട്, ഒരു കാരണമുണ്ട്. ആ ഒരു കാര്യവും കാരണങ്ങളെന്ന് പറയുന്നത് നിങ്ങൾക്ക് പിന്നിൽ കാണുന്നുണ്ടാവും. സ്ക്രാപ്പ് യാർഡിൽ സ്ക്രാപ്പായിട്ട് കിടക്കുന്ന എൻജിൻ പാർട്സുകളും അതുപോലുള്ള ഘടകങ്ങളും തപ്പിപ്പിടിച്ചിട്ട് ഒരു വണ്ടി ഉണ്ടാക്കിയാണ് ഒരു ബാലൻ. അപ്പോൾ ആ ഒരു വണ്ടിയുടെ വിശേഷങ്ങളും ആ ഒരു കുട്ടിയുടെ ആ ഒരു കാര്യങ്ങളൊക്കെ പറയാം. വണ്ടി പ്രാന്തൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ബാലൻ എന്ന് ഞാൻ പറഞ്ഞെങ്കിലും എനിക്ക് തോന്നുന്നു ഇങ്ങനൊരു വണ്ടി ഉണ്ടാക്കണമെങ്കിൽ അത്യാവശ്യം നല്ലൊരു സ്കില്ലും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ ഞാൻ ആ മോനെ ഒന്ന് പരിചയപ്പെടുത്തട്ടെ. മോനെ, ഹലോ. ഹായ്, പേരൊന്നും പറയടാ. എൻ്റെ പേര് പ്രണവാർ കൃഷ്ണൻ. ഓക്കെ, ഇതെന്താണ് സംഭവം എന്നോടൊന്ന് പറഞ്ഞേ. ഇതിന്റെ പേരെന്ന് പറയാൻ ബഗ്ഗി എന്ന് പറയും. ബഗ്ഗി, ബീച്ച് ബഗ്ഗി എന്നൊക്കെ പറയുന്ന പോലെ ബഗ്ഗി എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇത് മെയിൻ ആയിട്ട് ഇതിന്റെ 2 വീലറിന്റെ വെച്ച് നമ്മൾ 4 വീലർ ഇട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ നിന്റെ ഒരു ആഗ്രഹമായിരുന്നു കാർ ഉണ്ടാക്കുന്നത് അല്ലേ? അല്ലേ? അപ്പോൾ ഈ ഒരു വണ്ടി ഉണ്ടാക്കാനുള്ള ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് ഒരു വണ്ടി ഉണ്ടാക്കി. വണ്ടിയുടെ ഒരു ക്രേസ് ഉണ്ട്, ചെറുപ്പം മുതലേ ക്രേസ് ഉണ്ട്. എത്ര ക്ലാസ് പഠിക്കുന്നത്? 10th പഠിക്കുന്നത്. വാഹനങ്ങളോടുള്ള ഒരു ഇഷ്ടം എന്ന് പറയുന്നത് ചെറുപ്പം മുതലേ നമുക്കെല്ലാവർക്കും ഉണ്ട്. അത് കുറച്ചുകൂടി തീവ്രമായിട്ടുള്ള കുറേ ആളുകളും ഈ ഒരു നാട്ടിലുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ഒരു കാര്യം പറയുമ്പോൾ അല്ലെങ്കിൽ കാര്യം പറയുമ്പോൾ ആ ഒരു തീവ്രത എന്ന് പറയുന്നത് വെറുതെ വീട്ടിലിരുന്ന് വീഡിയോ കണ്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളോ ചെയ്യാനല്ല, ഒരു വണ്ടി ഉണ്ടാക്കാൻ വരെ പ്രേരിപ്പിച്ചൊക്കെയാണ് നമ്മുടെ പ്രണവിനെ. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ ഒരു കാര്യങ്ങളെന്ന് പറയുന്നത് സ്ക്രാപ്പിൽ നിന്നാണ് ഈ സംഗതികളൊക്കെ സംഘടിപ്പിച്ചെന്ന് പറഞ്ഞു. ഇത് എന്തിൻ്റെ എഞ്ചിനാണ്? ഇത് TVS സ്റ്റാർ സിറ്റിന്റെ എഞ്ചിൻ. സ്റ്റാർ സിറ്റി എഞ്ചിൻ, 4 സ്ട്രോക്ക് എഞ്ചിനാണ്. എനിക്ക് ഇതിൻ്റെ കുറച്ച് സ്പെസിഫിക്കേഷൻ കാര്യങ്ങളൊന്ന് പറഞ്ഞേ. എന്ന് വെച്ചാൽ ഇത് ഉണ്ടാക്കിയത് എങ്ങനെയെന്നുള്ളതല്ല ഞാൻ ചോദിക്കുന്നത്. ഇത് ഉണ്ടാക്കാനായിട്ട് ഈ എഞ്ചിൻ എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്. ഇത് നല്ല വെയിറ്റ് എടുക്കുന്ന എഞ്ചിനാണ്. ഓക്കെ, ഇപ്പൊ ഇതിന്റെ അകത്ത് മൈലേജ് കിട്ടുന്ന വെച്ചാൽ ബൈക്കിന്റെ പകുതി തന്നെ കിട്ടുന്നുണ്ട്. അത് ശരി. പിന്നെ നല്ല സ്പീഡ് ഉണ്ട്. നമ്മൾ 3 പേരെ വെച്ച് എടുത്തു നോക്കി വണ്ടി. 3 പേരെ വെച്ചെടുത്തിട്ട് ലോഡ് എടുത്തിട്ട് പോകുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. പിന്നെ 4th തന്നെ ഇവിടെ ഒരു കയറ്റം കയറിയിട്ടുണ്ട്. അത് ശരി. അപ്പൊ ഇതിപ്പോ ഷോക്കൊക്കെ കൊണ്ടുപോകുന്നുണ്ടല്ലേ മോൻ? ഷോയ്ക്ക് ഒരു എക്സിബിഷന് വേണ്ടി കൊണ്ടുവരുന്നു കൊല്ലത്ത്. ഓക്കെ, ഇതിപ്പോ റോട്ടിലേക്ക് ഓടിക്കാൻ പറ്റില്ലല്ലോ, പറമ്പിലല്ലേ ഓടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ഒരു കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ടയറും അല്ലെങ്കിൽ എന്താ പറയുക ആ ഒരു ഷോക്ക് അബ്സോർബറും ആ ഒരു എഞ്ചിനും, ടയർ എന്ന് പറയുന്നത് ബൈക്കിന്റെ അല്ല, എന്നാലും എഞ്ചിൻ ബൈക്കിനാണ്, ഓട്ടോറിക്ഷ ടയറാണ്, ഡിസ്ക് ബ്രേക്ക് വെച്ചിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുള്ളത് ഗോകാട്ടിലാണ്. അപ്പൊ എവിടുന്നാണ് ഇൻസ്പിറേഷൻ? ഇത് പല വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഉണ്ടാക്കിയതാണ്, ആഗ്രഹമാണല്ലേ? എനിക്ക് ഈ ഒരു വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചേ. ഫോർഡ് ഐക്കണിന്റെ സ്റ്റിയറിംഗ്, ഓംനിയുടെ സീറ്റ്, സ്റ്റാർ സിറ്റിയുടെ എഞ്ചിൻ, പിന്നെ വീലുകൾ ഓട്ടോറിക്ഷയുടെ. ഈ ഫ്രെയിമും പ്ലാറ്റ്ഫോം ഒക്കെയോ അതൊക്കെ നമ്മൾ വെൽഡ് ചെയ്തുണ്ടാക്കിയതാണ്. ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ? അതായത് അച്ഛൻ സഹായിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അച്ഛനോട് പറയുമ്പോൾ അച്ഛൻ എന്ത് പറയും? പ്രോത്സാഹിപ്പിക്കാറുണ്ടോ അതോ? ആണോ? സ്റ്റാർട്ട് ചെയ്തത് എനിക്ക് സ്റ്റാർട്ട് കാണിക്കോ? ഫ്യൂൽ ടാങ്ക്, ചെറിയ ഫ്യൂൽ ടാങ്ക്. ഏതിന്റെ ഫ്യൂൽ ടാങ്ക്? അത് ആക്റ്റീവയുടെ. ഓക്കെ, കൈൻറ്റി ഹോണ്ടയുടെ. ഓഹോ, ഈ പെഡലുകളൊക്കെ ബൈക്കിന്റെ പെഡലുകളാ? ഗിയറിന്റെ പെഡൽ കട്ടിയതാണല്ലേ റോട്ടില്. ഈ ഷിഫ്റ്റർ അങ്ങനെ ആക്കി കാലിലെ കയ്യിലോട്ട് കൺവേർട്ട് ചെയ്തു. ഓക്കെ, കയറുന്നവൻ ഈ സീറ്റൊക്കെ നിനക്കിരിക്കാൻ ഉള്ള ഒരു സിറ്റുവേഷൻ ആണല്ലേ എല്ലാം. ക്ലച്ച്, ബ്രേക്ക്, ആ ഒരു റാഡൊക്കെ, ഇത് ആ ഒരു വാർപ്പ് കമ്പിയുടെ ആ ഒരു കമ്പിയല്ലേ? ഓക്കെ, ലൈറ്റിംഗ് എല്ലാം വർക്ക് ചെയ്യും, എല്ലാം സെറ്റാണോ? ഓ, LED, DRL, താഴെ ഫോൺ, അതൊക്കെ ഉണ്ടല്ലേ? ഫോൺ അടിച്ചേ. ഈ വണ്ടി കാണാൻ ആരെങ്കിലും വന്നോ? അനൂപ് ജേക്കബ് സാർ വന്നായിരുന്നു. ഓക്കെ, പിന്നെ സ്കൂളിൽ നിന്ന് സാറുമാരൊക്കെ വന്നായിരുന്നു. നമ്മുടെ ഇലഞ്ഞി ടെക്നിക്കൽ സ്കൂളിൽ നിന്ന് കൊല്ലത്ത് എക്സിബിഷന് പോയപ്പോ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഓ, ആ എക്സിബിഷൻ ഫസ്റ്റ് ഈ വണ്ടിക്കായിരുന്നു അല്ലേ? അപ്പൊ ഏത് സ്കൂളിലാണ് പഠിക്കണേ? ഇലഞ്ഞി ടെക്നിക്കൽ ഹൈസ്കൂൾ. ഇലഞ്ഞി ടെക്നിക്കൽ ഹൈസ്കൂൾ, അത് എവിടെയാട്ടാ? ഇലഞ്ഞി. ഇവിടെ പ്രവർത്തിയുള്ള സ്ഥലം തന്നെ അല്ലേ? ഓക്കെ,
അപ്പൊ ആ ഒരു എക്സിബിഷൻ എന്തായിരുന്നു സ്വഭാവം? കുറെ വണ്ടികൾ ഉണ്ടായിരുന്നു ഇതുപോലെ? വണ്ടികളില്ലായിരുന്നു, ഇത് വർക്കിംഗ് മോഡൽ സെക്ഷനിലായിരുന്നു. വർക്കിംഗ് മോഡൽ സെക്ഷൻ ആയിരുന്നു. അതില് ഫസ്റ്റ് കിട്ടി. ഓ അടിപൊളി, കൺഗ്രാജുലേഷൻസ്. ഇനി ബ്രേക്കിന്റെ കാര്യം ബാക്കിലെ ഡിസ്ക് ബ്രേക്ക് ഞാൻ കണ്ടു, ഫ്രണ്ട് ബ്രേക്ക് ഇല്ലല്ലോ അല്ലേ? ആ റാഡില് ഡിസ്ക് കൊടുത്തിരുന്നു. ഓ ഓക്കെ. ഈ സ്റ്റിയറിംഗ് ബോക്സ് ഏത് വണ്ടിയുടെ? ഫോർഡ് തന്നെയാണ് ഈ ഒരു എല്ലാം. എനിക്കിത് ഓടിക്കാൻ പറ്റുമോ? അത് മോൻ ഓടിച്ചു കാണിച്ചേ, എടുത്തുവാ. ശരിക്കും വണ്ടിയോടുള്ള ഒരു ഇഷ്ടം കൊണ്ട് ഒരു വണ്ടി ഉണ്ടാക്കിയിട്ട് ആ ഒരു വണ്ടി ഓടിച്ചുകൊണ്ട് നടക്കാൻ നമ്മുടെ റോട്ട് പറ്റില്ല. മോട്ടോർ വാഹന നിയമങ്ങളുണ്ട്, നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. 18 വയസ്സായ ലൈസൻസ് ഇല്ല. പക്ഷേ പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ ഓടിക്കാൻ വന്ന ഒരു വർക്കിംഗ് മോഡൽ എന്ന നിലയ്ക്കൊക്കെ ഈ ഒരു വണ്ടി കാണാനുള്ളതാണ്. അപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യമുണ്ടല്ലോ, നമ്മുടെ ആ ഒരു ഫയർ അല്ലെങ്കിൽ ആ ഒരു വണ്ടി പ്രാന്ത് എന്ന് പറയുമ്പോൾ, വണ്ടിയോടുള്ള ആഗ്രഹം എന്ന് പറയുന്നത് ചെറുപ്പം മുതലേ പലരും കാണും. പക്ഷേ ആ ഒരു ഭ്രാന്തിനെ അതൊരു വർക്കിംഗ് മോഡലാക്കിയിട്ട് അല്ലെങ്കിൽ എന്താ പറയുക ഒരു സംഗതി ഉണ്ടാക്കാനായിട്ട്, ഒരു മോഡൽ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു ശ്രമം എന്ന് പറയുന്നത് അത്ര ഈസി ഒന്നുമല്ല. പ്രത്യേകിച്ച് സപ്പോർട്ട് വേണം. അങ്ങനെ കാര്യം പറയുമ്പോൾ പ്രണവിൻ്റെ വീട്ടിൽ അവൻ്റെ അച്ഛനും അമ്മയൊക്കെ നല്ല സപ്പോർട്ടാണെന്നുള്ളത് ഒരു കാര്യമാണ്. അതുമാത്രമല്ല ഈ സ്കൂളിലും ടെക്നിക്കൽ സ്കൂളിലാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു എൻജിനീയറിങ് ആ ഒരു തോട്ട് നമുക്ക് ഈ ഒരു ചെറുപ്പത്തിലേക്ക് കിട്ടുമ്പോൾ പിന്നീട് അത് ഭയങ്കര ഒരു ഗുണമായിരിക്കും എന്നുള്ളത് തന്നെയാണ്. മതിവാനാ നിർത്തി, ഞാൻ ഓടിക്കാനി. ഞാനിത് സ്റ്റാൾ ചെയ്യും കണ്ടോ. അപ്പോൾ പ്രണവിൻ്റെ ക്രിയേഷൻ ഞാൻ ഓടിക്കാട്ടോ. ഓടിക്കാന്ന് പറയുമ്പോഴേ ശരിക്കും നമുക്ക് ആ ഒരു കൗതുകമാണ് ഇങ്ങനത്തെ ഒരു വണ്ടി ഓടിക്കാനുള്ളത്. ഒരു ബീച്ച് ബഗ്ഗി അല്ലെങ്കിൽ ഒരു എന്താ പറയുക, നമ്മൾ ആ ഒരു ഗോ കാർട്ടൊക്കെ ഓടിക്കുന്ന ഒരു ഫീലുണ്ട്. അതായത് ബാക്കിൽ ഡിഫറൻഷ്യൽ ഇല്ല, അതുകൊണ്ട് ചെറുതായിട്ട് ഡ്രിഫ്റ്റ് ചെയ്യും. ഇതിൽ പ്രധാന പ്രശ്നം അല്ലെങ്കിൽ പ്രധാന ഒരു ചലഞ്ച് ഈ ഒരു പെഡലുകളൊക്കെ തന്നെ നമ്മുടെ ആ ഒരു റീച്ചിലല്ല. അതായത് പ്രണവിൻ്റെ ആ ഒരു റീച്ചിനും ആ ഒരു സംഗതിക്കും വേണ്ടി ചെയ്തതാണ്. ആ ഒരു കാര്യമുണ്ട്. ബാക്കിയെല്ലാം അടിപൊളിയാണ്. ഇതിന് അത്യാവശ്യം ഗിയറൊക്കെ ഉണ്ട്. അതായത് സ്റ്റാർട്ടിട്ടില്ല, 4 ഗിയറും ഉണ്ട്. ഞാൻ ഈ വണ്ടിയിൽ കണ്ട കാര്യം എന്ന് പറയുന്നത് അതിനെല്ലാം പ്രോപ്പർലി വർക്കിംഗ് ആണെന്നുള്ളതാണ്. ആ ബ്രേക്ക് ചെയ്തിരുന്നൊരു ചെറിയ ഒരു ബ്രില്യൻസ് ഉണ്ട്. അതായത് ബൈക്കിൻ്റെ തന്നെ പെഡലിൽ ആ ഡിസ്കിൻ്റെ ആ ഒരു റിസർവോയർ ഉണ്ടോ, ഡിസ്ക് ഓയിലിൻ്റെ ആ റിസർവോയർ വെച്ചിട്ട് അതിനകത്തുനിന്ന് ആ ഒരു കേബിൾ വെച്ച് തന്നെയാണ് ഡിസ്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ ബ്രേക്കിൻ്റെ പെഡൽ ചവിട്ടുമ്പോൾ ഈ നമ്മൾ ഹാൻഡിൽ പിടിക്കുമ്പോൾ ആ ഒരു ലിവറില്ലേ, ആ ലിവർ തന്നെയാണ് ലോക്കാവുന്നത് കേട്ടോ. അങ്ങനെ കുറച്ചധികം കാര്യങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു സംഗതി റെക്കഗ്നൈസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു. അതായത് കൊല്ലത്ത് നടന്ന ആ ഒരു പരിപാടിയിൽ 1ാം സമ്മാനം നടന്നു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ 1ാം സമ്മാനം കിട്ടിയെന്ന് പറയുമ്പോൾ, അത് മാത്രമല്ല MLA വീട്ടിൽ വന്നിട്ട് പൊന്നാട അണിയിച്ചു എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും ആ സ്കിൽ പെയ്ഡ് ഓഫ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ നമ്മൾ സഹായിക്കേണ്ടതുണ്ട്, സപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്, നമ്മുടേതായിട്ടുള്ള ഒരു പ്രോത്സാഹനം കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് തോന്നി ഈ ഒരു വണ്ടി എനിക്ക് അത്യാവശ്യം നല്ലൊരു കൗതുകമായിട്ട് തോന്നി. നിങ്ങൾക്ക് എങ്ങനെയാണ് താഴെ കമൻറ്റ് ചെയ്യണേ. വണ്ടി ഓടിക്കാൻ പ്രണവ് പഠിച്ചു കഴിഞ്ഞു, ഡ്രൈവിംഗ് പഠിച്ചു, വണ്ടി ഉണ്ടാക്കാൻ പഠിച്ചു, എന്നുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചു എന്നുള്ളതൊക്കെ ഒരു കാര്യമാണ്. ഇപ്പോൾ റോട്ടിൽ ഓടിക്കണമെങ്കിൽ 18 വയസ്സ് വെയിറ്റ് ചെയ്യേണ്ടി വരും. എന്നാലും മോനെ ബാക്കിയുള്ള കാര്യങ്ങൾ ഈ ഒരു വണ്ടി ഇതുണ്ടാക്കാനായിട്ടേ സ്ക്രാപ്പിൽ നിന്ന് കുറേ സംഗതികളൊക്കെ സംഘടിപ്പിച്ചു എന്ന് പറഞ്ഞു, എൻജിൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എത്ര കോസ്റ്റൊക്കെ ചിലവായിട്ടുണ്ട്? വീട്ടുകാരുടെ എത്ര പൈസ ചിലവാക്കിയിട്ടുണ്ട്? ഏകദേശം 25,000 രൂപ ചിലവായിട്ടുണ്ട് എല്ലാം കൂടെ. ഇതൊക്കെ ആരാ പോയി സോഴ്സ് ചെയ്തൊക്കെ? അച്ഛനുണ്ടായിരുന്നു, പിന്നെ അമ്മാവിന്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ആഗ്രഹം പറയുമ്പോൾ കൂടെ നിൽക്കാൻ ആൾക്കാരല്ലേ. അപ്പോൾ ശരിക്കും ഒരു നല്ല ഒരു കുഞ്ഞ് വണ്ടി, അതായത് ഒരു ബൈക്കിൻ്റെ എഞ്ചിൽ നിന്ന് സ്ക്രാപ്പിൽ നിന്ന് കിട്ടിയിട്ടുള്ള വസ്തുക്കൾ കൊണ്ട് ഒരു വണ്ടി ഉണ്ടാക്കുക എന്നുള്ളൊരു ആഗ്രഹം പ്രണവ് സഫലീകരിച്ച് കാണും. അതിൻ്റെ ആ ഒരു റിസൾട്ടായിട്ട് ആ ഒരു കൊല്ലത്ത് നടന്ന ആ ഒരു പ്രോഗ്രാമിൻ്റെ കാര്യം, അല്ലെങ്കിൽ അതിൻ്റെ പേരെന്തായിരുന്നു? അത് അഖില കേരള ടെക്നിക്കൽ ഹൈസ്കൂൾ. അഖില കേരള ടെക്നിക്കൽ ഹൈസ്കൂൾ ടെക് ഫെസ്റ്റിൽ 1ാം സ്ഥാനം ഈ വണ്ടിക്കാണ്. വർക്കിംഗ് മോഡലിൽ 1ാം സ്ഥാനം വണ്ടിക്കാണ്. അപ്പോൾ അഭിനന്ദനങ്ങൾ. എന്തായാലും ഇനി ഇതുപോലുള്ള കുറേ അധികം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. റിവേഴ്സ് ഗിയർ ചെയ്യണമെന്ന് പ്ലാൻ പറഞ്ഞു. അപ്പോൾ റിവേഴ്സ് ഗിയറിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ നടക്കട്ടെ. ആ ഒരു കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒന്നുകൂടി നമുക്ക് വണ്ടിയൊക്കെ ഒന്ന് കാണാം. എല്ലാവിധ ഭാവങ്ങളും. ഇതാണ് ബ്രേക്കിന്റെ മെക്കാനിസം. ആ ഒരു ലിവറിന്റെ മോഡൽ തന്നെയാണല്ലേ. ഈ ഡിസ്ക് ബ്രേക്കും ആ ഒരു സ്റ്റാർ സെറ്റ് തന്നെയാണോ? പൾസറിന്റെ സംഭവം. ഇത് നമ്മുടെ മെഷീൻ ചൂണ്ടാ. ഇതും കസ്റ്റം മേടാ, സ്വന്തമായിട്ട് ഉണ്ടാക്കി എടുത്താണല്ലേ? ഇത് ഇവിടെ ഇട്ടാണ് എറിയണത്. ഓക്കെ. ഇവിടെ എടുത്തിട്ട് കഴിഞ്ഞാൽ റിട്രീവ് ചെയ്യാം. തിരിച്ചെടുക്കാം.
അപ്പോൾ വണ്ടി മാത്രമല്ല കാര്യങ്ങളല്ലേ? ഒന്ന് എറിഞ്ഞ് കാണിക്കുമോ? എറിയാണെങ്കിൽ ഇതെടുത്ത് ഇവിടെ ഇടുക. ആ ഓ ഞാൻ തിരിച്ചറിയാൻ ഇവിടെ ഇടുക. അടിപൊളി. ഇത് വെച്ച് മീൻ പിടിക്കാൻ പോയിട്ടുണ്ടോ? ആ വേറെ എന്താ ഉള്ളത്? ചൂണ്ടയും വണ്ടിയും അല്ലാണ്ട് പിന്നെ ഒരു RC ബോട്ട് ഉണ്ട്. RC ബോട്ട്. ആ പിന്നെ പിന്നെ ഇവിടെ നിന്ന് ഒരു PSLV ഉണ്ടാക്കിയിട്ടുണ്ട്, റോക്കറ്റ്. അത് ശരി. അത് പിന്നെ അവിടെ കൊണ്ടുപോയിട്ട് അവിടെ ഗ്രേഡ് കിട്ടിയ സ്കൂളിലിരിക്കുക. അപ്പൊ സ്ഥിരം പരിപാടിയാണ് അതൊക്കെ അല്ലേ? അടിപൊളി. അപ്പോൾ അത്രേ ഉള്ളൂ. അതുപോലെ ഈ ഒരു വീഡിയോ ഉപയോഗപ്പെടുന്ന കരുതാണ്. ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് ഒരു ക്രാഫ്റ്റ്മാൻഷിപ്പാണ്. അതായത് ഒരു ആഗ്രഹം ഒരു വണ്ടിയുടെ രൂപത്തിൽ നമ്മളോട് കാണുകയാണ്. അപ്പോൾ അതുപോലെ ഈ ഒരു വീഡിയോ ഉപയോഗപ്പെടുന്ന ചാനൽ സബ്സ്ക്രൈബ് മറക്കരുത്. പിന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. എന്നാൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് ലൈക്ക് ഫോളോ ചെയ്യുക. ലൈക്ക് ഷെയർ ചെയ്യണമെന്ന് അറിയാലോ. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും വരാം. അതിലേക്ക് നന്ദി, നമസ്കാരം.